ഹലോ ഫ്രണ്ട്സ്, NJP സ്കെയിലയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു സൺഡേ വ്ലോഗ് കണ്ടാലോ? അതെ, ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. ഞായറാഴ്ചത്തെ രാവിലത്തെ ദൃശ്യങ്ങളാട്ടോ നിങ്ങളിപ്പം കാണുന്നത്. ഞാൻ രാവിലെ പേപ്പർ വന്നത് എടുക്കാൻ പോവുകയാണ്. വോയിസ് ചെയ്യുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ തന്നെയായിരുന്നു കേട്ടോ സൺഡേ. എന്നെ സംബന്ധിച്ച് ഒരു ദിവസം നല്ല പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ എല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. സോ എൻ്റെ സൺഡേ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ പേപ്പർ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കേട്ടോ ഈ ചെടികളൊക്കെ ഇങ്ങനെ നന്നായിട്ട്, പ്രത്യേകിച്ച് ഈ ചെടീനൊന്ന് കുലുക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി ആട്ടോ, ഒരു പ്രത്യേക രസമാണ്, സന്തോഷമാണ് കാണുമ്പോൾ. പിന്നെ ഇന്ന് അടിച്ചു വാരാൻ എത്രത്തോളം ഇലകളെ ഒന്ന് നോക്കി വയ്ക്കും. അങ്ങനെ പേപ്പറൊക്കെ അതിൻ്റെ സ്ഥാനത്ത് വെച്ച് ഞാൻ ഒന്ന് ഫ്രഷൊക്കെ ആയി. ഇന്നല്ല, സൺഡേ പത്തിരിയായിരുന്നു. എൻ്റെ സോഫ്റ്റ് പത്തിരിൻ്റെ റെസിപ്പീസാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊടിയെടുത്തു, അതിൽ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി, ഗ്യാസ് ഓണാക്കി ഒരു പാനിൽ വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് നന്നായിട്ട് തിളച്ച ശേഷമാണ് ഞാൻ പൊടിയിടുന്നത്. പൊടിയിട്ട് ഇതുപോലെ എല്ലാ പൊടിയും ക്യാമറ പിടിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ജസ്റ്റ് കാണിച്ച് ഞാൻ മൊത്തമായിട്ടിട്ട് അതുപോലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എടുത്ത് ഈ ഒരു പരുവാകുമ്പം വാങ്ങി വെച്ചു. ശേഷം ഈ ചൂട് പോകാനെടുക്കുന്ന ആ ഒരു സമയം ഞാനൊരു കാര്യം ചെയ്യും. ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്നുള്ളത്. അതെ, ഞാൻ ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പോയി. അത് വീഡിയോ എടുത്തിട്ടില്ല. എൻ്റെ റൂമിൽ നിന്നാട്ടോ ചെയ്യുന്നത്. മെഡിറ്റേഷൻ മാറ്റ് വിരിച്ച് എൻ്റെ ശ്വാസത്തിൽ നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും കേട്ടോ. ഒരിക്കലെങ്കിലും ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ബെനിഫിറ്റാണ്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കേട്ടോ വെറും 5 മിനിറ്റിൽ മാത്രം ഒതുക്കിയത്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിലൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, ജസ്റ്റ് കൈ കൊണ്ട് കാലോ കൊണ്ടൊക്കെ ഒരു എക്സസൈസും അങ്ങനെയൊക്കെ ആയിട്ടാട്ടോ ഞാൻ പോകുന്നത്. അങ്ങനെ നല്ല നൈസ് പത്തിരി ഉണ്ടാക്കി, ഒരു 2 പത്തിരി ഞാൻ എടുത്തു, നല്ല കട്ടൻ ചായയും. രാത്രി ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്ന ചിക്കൻ കറി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പത്തിരിക്ക്, പിന്നെ അമ്മ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് ബജി അതും കൂട്ടി നന്നായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റ് പത്തിരിയാണ്. പത്തിരി നല്ല വെളിച്ചെണ്ണയിൽ കുഴച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് കൂടി ഉണ്ടാവും കേട്ടോ. അത് നെയ്യ് കൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഞാൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ നേരെ റൂമിലേക്കാട്ടോ പോയത്. 10 വരെ കിടന്നുറങ്ങുന്ന ഒരാളെ എണീപ്പിക്കാനും പ്ലസ് കർട്ടനൊക്കെ നീക്കി ഒന്ന് വെളിച്ചം വരുത്താനും കൂടിയാട്ടോ പോയത്. സാധാരണ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാനിതൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇന്ന് ഏട്ടനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ച് അത് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി, അത് വീഡിയോ എടുത്തിട്ടില്ല. തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പി, പിന്നെ റൂമൊക്കെ അടിച്ചു വാരി. പിന്നെ ഇന്ന് തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഡെയിലി തുടയ്ക്കാറൊന്നുമില്ല. ആഴ്ചയിൽ 2-3 ദിവസമായിട്ടാണ് തുടയ്ക്കാറ്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എൻ്റെ ഓരോ ദിവസവും കടന്നു പോവുക കേട്ടോ. അങ്ങനെ സൺഡേ ഒരു പരീക്ഷണ ദിവസം കൂടിയാക്കി. ഇന്ന് മീൻ പൊരിക്കുന്നത് ഇങ്ങനെയാക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ട്, പിന്നെ ചെറിയുള്ളിയും പുതിനയും മല്ലിയിലയും ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അരച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേക പച്ച മസാലയിൽ ഉണ്ടാക്കുന്ന മീൻ പൊരിച്ചത്. വേറെ ഒന്നും ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ചോറും കറികളും ഒക്കെ ആയി. ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു, പിന്നെ മീൻ പൊരിച്ചു, അല്ലാതെ തേങ്ങ അരച്ച മീൻകറി ഉണ്ടായിരുന്നു, പപ്പടവും രസവും തൈരും ഒക്കെ ആയിട്ട് നല്ലൊരു ചോറും കഴിച്ചു. അങ്ങനെ ഏട്ടനും എനിക്കൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ പുറപ്പെട്ട് ഞങ്ങൾ ഇറങ്ങി. കണ്ണാടിക്കൂടെ എന്നെ കുറച്ച് കാണുന്നുണ്ടാവും കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇടയ്ക്ക് മാത്രം ഒന്നും ഇങ്ങനെ വീഡിയോ എടുക്കും കേട്ടോ, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറേ സംസാരിച്ച്, പിന്നെ ഒരു ബേക്കറിയിലൊക്കെ കയറി അവിടേക്കുള്ള കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ച്. അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് വന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ചായയല്ല, വൈകുന്നേരം ഇന്ന് ഹോർലിക്സിൻ്റെ ദിവസമാണ്. ഞങ്ങൾ 3 ആൾക്കാർക്കുമായിട്ട് ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കി. സൺഡേ എന്ന് പറയുന്ന ഓരോ ആഴ്ചയിലേക്കുള്ള സാധനങ്ങൾ കൂടി വാങ്ങുന്ന ദിവസമാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചാണ് കേട്ടോ വന്നത്. അപ്പം ഈ കാണുന്ന പലഹാരങ്ങളും മേടിച്ചിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറുള്ള ബിസ്ക്കറ്റാട്ടോ ആ കാണുന്നത്, 50-50ൻ്റെ ഒനിയൻ ഫ്ലേവർ. ഇതിനെ ബേക്കറി കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, 2 പാക്ക് അങ്ങ് എടുത്തു. പിന്നെയാണ് എൻ്റെ ടൈം. അതെ, കഴിക്കാനുള്ളതൊക്കെ കഴിച്ച്
ഞാൻ എൻ്റെ ടൈമിലേക്ക്, എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഞാൻ വന്നു. ഞാൻ വാതിലൊക്കെ അടച്ച് പഠിക്കാനിരുന്നു. ഈ കാണുന്നത് കേട്ടോ, ഞാൻ ഒരു കൺഫ്യൂഷനാണ് പഠിക്കുമ്പോൾ ഏത് പഠിക്കണം, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ അടിച്ച് കുറച്ച് നേരം ഇരുന്നിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കി, ഞാൻ സിലബസ് എഴുതിയതിൽ ഞാൻ ഏതൊക്കെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ടിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി ഞാനിങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഹിസ്റ്ററി ഭാഗത്ത് നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. കേരള ഹിസ്റ്ററിയാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്നത് മുതലേ ഒരു ശീലമുണ്ട്. എനിക്ക് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ പഠിക്കുമ്പോഴാണ് കൂടുതൽ തലയിൽ നിൽക്കുക. പിന്നെ ഒക്കെ സംസാരിച്ച് പഠിക്കണം, അതായത് ഒരാൾ ഫ്രണ്ടിലുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ച് പഠിക്കുന്ന രീതിയാണ് എൻ്റേത്. ഏട്ടനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് നോക്കി നിന്നു, പിന്നെ പോയി. അങ്ങനെ ഇങ്ങനെ ഉറക്കെ വായിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് റാങ്ക് ഫയലിലും പ്ലസ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ബുക്കിൽ നോട്ട് ചെയ്തുകൊണ്ടാട്ടോ ഞാൻ പഠിക്കുന്നത്. പിന്നെ സ്കെച്ച് കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ കുറച്ച് നേരം നോക്കി. പിന്നെ ചോറ് കഴിക്കാനുള്ള ടൈം ആയപ്പം എന്തെങ്കിലും ഒന്ന് നൈറ്റിലേക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഉള്ളി സാലഡ്, തൈര് കൊണ്ടുണ്ടാക്കിയ സാലഡ് ഉണ്ടാക്കി. പിന്നെ ഏട്ടൻ്റെ ഫേവററ്റ് കൂടി ആട്ടോ ആ ഡിഷ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ചോറ് നന്നായിട്ട് കഴിച്ചു, ഉച്ചത്തെ അതേ ഡിഷസ്. പിന്നെ ഈ കാണുന്ന സാധനങ്ങളാട്ടോ മേടിച്ചത്. ഇതിനൊക്കെ ഓരോ സ്ഥലത്ത് വെക്കണം. അങ്ങനെ അതൊക്കെ വെച്ചു, അടുക്കളയൊക്കെ നീറ്റാക്കി, അടിച്ചു വാരി തുടച്ചൊക്കെ റെഡിയാക്കി അടുക്കളയിലെ ലൈറ്റും ഓഫ് ചെയ്തു. കുറച്ച് നന്നായിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ, അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാത്ത ചില കാര്യങ്ങളും ഒരുപാട് അഡീഷണലായിട്ടുണ്ട്. പിന്നെ സമയം നോക്കുമ്പോൾ 10:15. ഒന്നും കൂടി പഠിക്കാനിരുന്നു. ഏട്ടൻ അവിടെ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പിന്നെയും പഠിക്കാനിരുന്നു. നേരത്തെ ഭാഗത്തിൻ്റെ ബാക്കി നോക്കി. അങ്ങനെ കുറച്ച് ടൈം ആയപ്പം നിർത്തി. ഏട്ടനും വന്നു, ഇനി മതി നമുക്ക് കിടക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. പക്ഷേ അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒരു അപ്ലൈ ചെയ്യാനുള്ളൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. കാരണം രാത്രി എടുക്കുമ്പോൾ നെറ്റ് അന്നത്തെ ഒന്നും അങ്ങോട്ട് പോയി കിട്ടും, രാവിലെ എടുത്താൽ ഫുൾ കംപ്ലീറ്റ് തീരും. അതുകൊണ്ട് പിന്നെ ഞങ്ങളൊരു മെയിനായിട്ടുള്ളൊരു പരിപാടി ഉണ്ട് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ. അതാട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ ഈ കുട്ടികളെ പോലെ കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു രീതി. അങ്ങനെ ഞങ്ങൾ ലുഡോ കളിച്ചു. 2 ആൾക്കാരെ കമ്പ്യൂട്ടറാക്കി. യെല്ലോ കളർ ഞാനും ഗ്രീൻ ഏട്ടനും പിന്നെ 2 കമ്പ്യൂട്ടറും. അങ്ങനെ കളിച്ചു. ഏട്ടനാണ് ജയിച്ചത്. ഞങ്ങളെ 3 ആൾക്കാരെയും തോൽപ്പിച്ചു. കിടക്കുമ്പം സമയം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ കിടന്നു. ഇതാട്ടോ എൻ്റെ സൺഡേ. ഞാൻ പറഞ്ഞില്ല നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു എന്നുള്ളത്. അതായത് എനിക്ക് പഠിക്കാൻ സാധിച്ചു, അതുപോലെ പുറത്തൊക്കെ പോയി, അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ സൺഡേ വ്ലോഗ് നിർത്തുകയാണ്. നിങ്ങളുടെ സൺഡേയിൽ ഹാപ്പി ആക്കിയ എന്ത് എലമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നമുക്കും അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒക്കെ ഒരു സന്തോഷമാണല്ലോ. നിങ്ങളുടെ സമയം നിങ്ങൾ സൃഷ്ടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.